ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മല്ലു ടെക്കീസ്. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് LED സ്ക്രോളിംഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഒരു പാനലാണ്. ഒരു പാനൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരടി നീളം, ഇത് ഒരടി നീളമാണ്. വീതി എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്, അതായത് അരയടി. അപ്പോൾ ഒരു പാനൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് പഴയ പാനലാണ്. പാനൽ എടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു വൈഫൈ കാർഡാണ്, 2 ഹബ് കാർഡ്. 2 ഹബും 3 ഹബും 4 ഹബ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളൊരു കാർഡ്, നോർമൽ ഒരു കാർഡ് എടുത്തിട്ടുണ്ട്. കാർഡ് വൈഫൈ ആണ്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വൈഫൈ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ LED പാനൽ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ കേബിൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടും. കേബിൾ, ഈ ഒരു പാനലിന് ഒരു കേബിളാണ് കേബിൾ. അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഈ കേബിൾ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ കേബിളാണ്. നമ്മൾ കണക്ട് ചെയ്യുള്ളൂ. അതിൻ്റെ ബാക്കിനകത്ത് DC പവർ കൊടുക്കണം. DC പവർ വെച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ പവർ സപ്ലൈ വെച്ചിട്ട് DC ആക്കി മാറ്റുന്നതാണ്. അപ്പോൾ അതിനായിട്ട് 4 പാനൽ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഈ ഒരു കേബിൾ നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും. അതായത് 1, 2, 3, 4 പാനലിലേക്കുള്ളതാണ്. ഇതിപ്പോൾ ആദ്യം ഒരെണ്ണം വാങ്ങിച്ചാലും 2 എണ്ണം വാങ്ങിച്ചാലും ഈ ഒരു കേബിൾ എന്തായാലും നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ പവർ സപ്ലൈ, ഇതിൽ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പവർ സപ്ലൈ ആണ്. ഈ പവർ സപ്ലൈ എന്ന് പറയുന്നത് ഇത് 200 വാട്ട്സിൻ്റെ പവർ സപ്ലൈ. 5 വാൾട്ട് 200 വാട്ട്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് നമ്മളിവിടെ കാണും DC 5 വാൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. DC 5 വാൾട്ട് ഇതിനായിട്ട് നമ്മൾ DC 5 വാൾട്ടാണ് യൂസ് ചെയ്യുന്നത്. 12 വാൾട്ടിൻ്റെതുണ്ട്, അത് വാങ്ങിക്കല് പവർ സപ്ലൈ. അതൊക്കെ നമ്മൾ LED പാനൽ കൊടുത്തു കഴിഞ്ഞാൽ പാനൽ കത്തിപ്പോവും. അപ്പോൾ പവർ സപ്ലൈ ഒക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് സൂക്ഷിച്ച് വാങ്ങിക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇപ്പോൾ ഇത് എങ്ങനെ വലിയ ബോർഡാക്കുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഇതിൽ കണക്ഷൻ കൊടുക്കാം. ഇനി അതിൽ കണക്ഷൻ കൊടുക്കാനായിട്ട് നമ്മൾ 2 വയർ നമുക്കിവിടെ കാണാൻ സാധിക്കും. പവർ സപ്ലൈയുടെ അങ്ങേറ്റത്ത് ഭാഗത്ത് ഇവിടെ ഇങ്ങനെ തുറക്കാനുള്ള ഒരു ഡോറുണ്ട്. അപ്പോൾ അതിൻ്റെ അങ്ങേറ്റത്ത് ഇവിടെ L, ന്യൂട്രൽ, G, അതായത് എർത്താണ്. അപ്പോൾ ഇത് 3 വിട്ടേക്കും. നമ്മൾ ഇവിടെ 2 മാത്രം നമ്മൾ കറണ്ടിൽ കൊടുക്കാനുള്ള കണക്ഷൻ്റെ വയർ കണക്ട് ചെയ്യുക ആദ്യം. അപ്പോൾ എർത്തിൻ്റെ കണക്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. എർത്തിൻ്റെ കണക്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എർത്തിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ 2 എണ്ണം മെയിനായിട്ട് വർക്ക് ചെയ്യാനുള്ളത് കൊടുത്തിട്ടുള്ളതാണ്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ വാങ്ങിച്ചിട്ട് നോക്കുമ്പോൾ അടിയിലോ അല്ലെങ്കിൽ ഇവിടെ മേകളിലോ എവിടെയെങ്കിലും കാണും V നെഗറ്റീവ്, V പോസിറ്റീവ്, V പോസിറ്റീവ്. ഇതിപ്പോൾ 200 വാട്ട്സിൻ്റെ പവർ സപ്ലൈ ആയതുകൊണ്ടാണ് ഇതിപ്പം 4 ചാനൽ മാത്രമേ ഉള്ളൂ. അതേ കണക്ക് നമ്മൾ 350 ചാനലൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ V എന്നുള്ളത്, ഈ നെഗറ്റീവായിട്ടുള്ളത് 3 എണ്ണം കാണും. 1, 2, 3 3 എണ്ണം ഇവിടെ കാണും. പോസിറ്റീവും 3 എണ്ണം കാണും. ഇപ്പോൾ 200 വാട്ട്സിൻ്റെ ആയതുകൊണ്ടാണ് 2 പോസിറ്റീവും 2 നെഗറ്റീവും ഉള്ളൂ. അപ്പോൾ അത്രേ കണക്ഷനെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കണക്ഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി കൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടിയ കേബിളിൻ്റെ അതായത് ഈ കേബിളിൻ്റെ ചോപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അതായത് നമ്മൾ ഈ പവർ സപ്ലൈയിൽ കാണിച്ച പോസിറ്റീവ്, അതായത് പോസിറ്റീവ് എന്ന് ഈ B+ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ പോസിറ്റീവ് കണക്ട് ചെയ്യുക. പോസിറ്റീവ് കണക്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് എടുത്തിട്ട് നെഗറ്റീവിൽ കണക്ട് ചെയ്യുക. V നെഗറ്റീവ് മാറിപ്പോകരുത്. മാറിപ്പോയി കഴിഞ്ഞാൽ പാനലെല്ലാം അടിച്ചു പോകും. കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ കൊടുക്കേണ്ടത് നമ്മൾ ഈ കാർഡെന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോഴേ ഇതിനകത്ത് കാർഡിൽ നോക്കുമ്പോഴത്തേക്ക് കണക്ഷൻ കൊടുക്കാനുള്ള 2 സ്പോട്ടുകളുണ്ട്. അതിൽ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് 5 വാൾട്ട് എന്ന് എഴുതിയേക്കുന്നുണ്ട്. 5 വാൾട്ട്. ആ 5 വാൾട്ടിൻ്റെ അവിടെ ഇത് പോസിറ്റീവ് കൊടുക്കണം. മറ്റേ GND എന്ന് കൊടുത്തേക്കുന്ന അവിടെ നെഗറ്റീവും കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിലും 2 വയർ കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ 2 വയർ ഇടുക. പറ്റുന്നത് നിങ്ങൾ 1 സ്ക്വയർ വയർ തന്നെ ഇടുക. 1 സ്ക്വയർ വയറോ അല്ലെങ്കിൽ അതിൽ കൂടിയ വയറുകളോ ഇടുക. 1 സ്ക്വയർ ആയിരുന്നാലും നല്ല വയർ ഇടണേ. അപ്പോൾ 1.5 ഇല്ലെന്ന് തോന്നുന്നു. 1.5 ഉണ്ടോ? 1.5
0.5 വയറുണ്ട്. അതിടുക, അല്ലെങ്കിൽ 1 സ്ക്വയർ തന്നെ മതി. ഇതിൽ വലിയതൊന്നും കയറുന്നില്ല. ആ പോസിറ്റീവ് 5 വോൾട്ടിൻ്റെ അവിടെ പോസിറ്റീവ് കൊടുക്കണം. അതായത് പോസിറ്റീവ് വരുന്നതിൻ്റെ അവിടെ തന്നെ നമ്മൾ പറ്റുന്നതും ചുവപ്പ് വയർ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. നെഗറ്റീവ് വരുന്ന സ്ഥലത്ത് നമുക്ക് വേറെ ഏത് കളർ ഇട്ടാലും നമ്മൾ അത് നെഗറ്റീവാണ് എന്നൊക്കെ മനസ്സിലാവണം. ഒരു കാരണവശാലും നെഗറ്റീവിൻ്റെ അവിടെ റെഡ് കളർ വയർ ഇടരുത്. പോസിറ്റീവായിട്ടുള്ള ഇതാണ് റെഡ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണക്ഷൻ കൊടുത്തതിന് ശേഷം ഇപ്പോൾ കാർഡിൽ നമ്മൾ പ്ലസും മൈനസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അതിൽ വന്നേക്കുന്ന വയറിൻ്റെ ബാക്കാണ് ഈ സൈഡ്. അപ്പോൾ ആ വയർ നമ്മൾ പവർ സപ്ലൈയിൽ കണക്ട് ചെയ്യാൻ പോവുകയാണ്. പവർ സപ്ലൈക്കകത്ത് നമ്മൾ ആ കാർഡിൻ്റെ നേരിട്ടുള്ള കണക്ഷൻ പ്ലസ്സിൽ കൊടുക്കുക. ഇവിടെ പ്ലസ് എന്നുള്ളത് നമുക്കാണ് നേരത്തെ പറഞ്ഞില്ലേ, പവർ സപ്ലൈയിൽ പ്ലസ് എന്നുള്ള സ്ഥലത്ത് ആ കാർഡിൻ്റെ 5 വോൾട്ടിൻ്റെ അവിടെ കൊടുത്തേക്കുന്ന വയർ കൊടുക്കണം. അതിനുശേഷം നെഗറ്റീവായിട്ടുള്ള സ്ഥലത്ത് നെഗറ്റീവ് കൊടുത്തേക്കുന്നിടത്ത് ഈ മഞ്ഞ കളർ വയർ ഞാൻ കൊടുക്കുകയാണ്. ഞാനത് മഞ്ഞ കളറാണ് കൊടുത്തത്, അതുകൊണ്ടാണ് നിങ്ങൾ ഏത് വയറാണ് കൊടുക്കുന്നത് അത് കൊടുക്കുക. പറ്റുന്നത് മാക്സിമം നമ്മൾ പ്ലസ്സിന് റെഡ് തന്നെ യൂസ് ചെയ്യണം. അതിപ്പോൾ നമ്മൾ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാലും കംപ്ലൈൻ്റ് ആയിരിക്കുന്ന ബോർഡുകളൊക്കെ നമ്മൾ നോക്കാൻ പോയി കഴിഞ്ഞാലും ആരായിരുന്നാലും, ഇപ്പോൾ ഏത് ആൾക്കാരായിരുന്നാലും കണക്ഷൻ കൊടുക്കുന്നത് പ്ലസ് എന്ന് പറയുന്ന പ്ലസ് ആയിട്ടുള്ളത് റെഡ് ഇടുള്ളൂ. അപ്പോൾ നമുക്കതിൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഇങ്ങേറ്റത്ത് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കൊടുത്തതാണ് ലൈനും 2 ലൈനിൽ കൊടുക്കാനുള്ളത്, ലൈനും ന്യൂട്രും ഉള്ളത് ഇതവിടെ കൊടുത്തിട്ടുണ്ട്. ആ വയർ നമ്മളൊരു സ്വിച്ച് ബോർഡിനകത്തോ അല്ലെങ്കിൽ കണക്ഷൻ കൊടുക്കാൻ പറ്റുന്ന സ്വിച്ച് ബോർഡൊക്കെ തന്നെ ഉപയോഗിക്കുക. സ്വിച്ച് ബോർഡ് അതായത് മെയിൻ കണക്ഷൻ, നമ്മൾ കറണ്ട് കൊടുക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അത് അവിടെ വന്നതിന് ശേഷം മെയിനായിട്ടുള്ളത് കറണ്ടിൽ വൈദ്യുതിയിൽ നമ്മൾ കൊടുക്കുക. വയർ മാറിപ്പോവില്ലേ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയാലും കുഴപ്പമില്ല. കണക്ഷൻ്റേത് അങ്ങനെ ന്യൂട്രും ഫേസും അങ്ങനെ വരണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അത് ഏതിലും വേണം നമ്മൾ കൊടുക്കുക. നമ്മൾ ടി വി കൊടുക്കുന്ന പോലെ തന്നെ. അതിനുശേഷം ഇത് ഓണാക്കുക. ഓണാക്കുമ്പോഴത്തേക്കും കൂടെ ശബ്ദം കേൾക്കുന്നത് കേൾക്കാം. പവർ സപ്ലൈ വർക്കാവുകയാണ്. അതിനകത്ത് പോലെ തന്നെ പവർ സപ്ലൈക്കകത്ത് റെഡ് ഇൻഡിക്കേറ്ററാണ്, റെഡല്ല ഗ്രീൻ ഇൻഡിക്കേറ്ററാണ്, അത് കത്തും. അതുപോലെ തന്നെ നമ്മൾ കാർഡ് വർക്കിംഗ് ആണ്. ഇപ്പോൾ കാർഡ് വർക്കിംഗ് ആകുമ്പോഴത്തേക്ക് കാർഡിനകത്ത് 2 LED ബൾബുകൾ ഇങ്ങനെ കത്തും. അപ്പോൾ അതിനുശേഷം ഇനി നമ്മൾ കണക്ഷൻ കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്രയും കണക്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കണക്ഷൻ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പ്ലസ് മൈനസ് ആദ്യമേ കൊടുത്തില്ലേ, അതിൽ ഇങ്ങനെ കൊടുത്തിട്ട് നമ്മുടെ ഈ ക്ലിപ്പ് വരുന്നിടത്ത് നമ്മൾ LED പാനൽ എടുക്കുക. LED പാനൽ എടുത്തതിന് ശേഷം ഇതെവിടെ ഉണ്ട് കൊടുക്കുന്നത് നോക്കിക്കോളണം. ഇങ്ങനെ കൊടുത്താൽ ഇത് കറക്റ്റ് കയറുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇവിടെ ക്ലിപ്പ് ചെയ്യുക, കറക്റ്റ് നോക്കി ക്ലിപ്പ് ചെയ്യുക. ക്ലിപ്പിംഗ് ആയിട്ടുണ്ട്. അതിനുശേഷം അപ്പോഴത്തേക്ക് നമുക്കിത് കത്തുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അതവിടെ വെച്ചിട്ട് നമ്മളിവിടെ നേരത്തെ ഞാൻ പറഞ്ഞ ഈ കേബിളല്ലേ, ഇതാണ് കോഡെന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചുതരാം. ഈ കാർഡ് എന്ന് പറയുന്നത് ഇതിൽ കറണ്ടൊന്നും അടിക്കില്ല കേട്ടോ. ഇത് DC പവറാണ്. നമ്മൾ പവർ സപ്ലൈ വരെ കറണ്ട് വരുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ളതെല്ലാം DC പവറാണ്. അപ്പോഴത്തേക്കും ഈ 4 ഹബ് ഇപ്പോൾ 2 ഹബ്ബാണ് കൊടുത്തേക്കുന്നത്. 2 ഹബ്ബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെയാണ്. ഈ മഞ്ഞ കണക്ഷൻ വേറൊരു രീതിയിലുള്ളതാണ്. പിന്നെ ഈ കണക്ഷൻ എന്ന് പറയുന്നത് 12x1 എന്ന് എഴുതിയിരിക്കുന്നത് 1 ഒരു ഹബ്ബ്. പിന്നെ രണ്ടാമത്തെ ഹബ്ബിൻ്റെത്. അപ്പം ഒരെണ്ണം ഇതിൽ കൊടുക്കണം. പിന്നെ അടുത്തുള്ളത് 2 പാനൽ വരുന്ന ബോർഡ് വരികയാണെങ്കിൽ താഴത്തേന് കൊടുക്കും. ഇപ്പം ഞാൻ ആദ്യത്തേനാണ് കൊടുക്കുന്നത്. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. 4 ഹബ്ബ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന്, 3 ഹബ്ബ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന കേബിൾ തിരിഞ്ഞും മറിഞ്ഞ് പോയി കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ബോർഡൊന്നും പോവുന്നില്ല, കത്താതിരിക്കത്തേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ കേബിൾ കൊടുത്തില്ലേ, കേബിൾ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും. ദാ ഇവിടെ ഒരു പാനലിൻ്റെ ഇവിടെ ഒരു വെട്ടുണ്ട്. ആ വെട്ടിൻ്റെ അവിടെ ഇത് കയറണം. ഈ രീതിയിലേ വരാവും. ഇപ്പോൾ എടുക്കുമ്പോഴത്തേക്ക് പാനലിൻ്റെ മുകളിൽ ഇവിടെ എവിടെയെങ്കിലും എഴുത്ത് കാണും. അപ്പോൾ നമുക്ക് മനസ്സിലാവും പാനലിൻ്റെ മുകളിൽ ഇതാണ്, ഒരേപോലെയാണ് വെക്കാനുള്ളത് മനസ്സിലായി. ഇപ്പം ഇതിൽ മെയ്യാട് എന്നൊക്കെ ഇങ്ങനെ എഴുതിക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഇതാണ്, ഇവിടെയാണ് ഫ്രണ്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ കത്തുന്നില്ല. ഇപ്പോൾ നമുക്ക് ഡൗട്ടാവും. ഇപ്പോൾ അപ്പുറത്തെ കണക്ഷൻ മാറി കൊടുത്തോളം അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കത്തുന്നില്ലെങ്കിൽ നേരെ ഇപ്പുറത്ത് കൊടുത്തോളാം. ഇപ്പോൾ കത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയാണ് കണക്ഷൻ കൊടുക്കാനുള്ളത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി
ഇതിലൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് പ്ലേ സ്റ്റോറിനകത്തുള്ള ആപ്ലിക്കേഷൻ വെച്ച് തന്നെ നമുക്ക് ഇതിനകത്ത് പ്രോഗ്രാം നമുക്ക് മൊബൈലിനകത്തൂടെ തന്നെ മാറ്റർ എല്ലാം സെറ്റ് ചെയ്യാം. ഇതിനകത്ത് പാസ്വേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇതൊരു വൈഫൈ കാർഡാണ്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൽ കണക്ട് ചെയ്തു. ഇപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഊരിയിട്ട് തിരിച്ചു കൊടുത്താൽ കത്താതിരിക്കുകയാണെങ്കിൽ ഊരി തിരിച്ചു കൊടുത്താൽ മതിയേ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഹബ്ബ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പാനലല്ലേ ഇത് വന്നേക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ചില സ്ഥലത്തൊക്കെ വലിയ ബോർഡുകൾ ഇങ്ങനെ ഇരിക്കൂലേ, വലിയ ബോർഡുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരെണ്ണം ഇങ്ങനെ അടിയിൽ കൂടെ ഇങ്ങനെ വരും. അപ്പോഴത്തേക്ക് ഫ്രണ്ട് നോക്കുമ്പോഴത്തേക്ക് വീതി കൂടുതലായിരിക്കും. വീതി കൂടുതലാണ്. അപ്പോൾ രണ്ടാമത്തെ ആ കേബിൾ കൊടുക്കാനുള്ള സ്ഥലത്തു നിന്ന് കണക്ഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ കൊടുക്കണം. ഇതിൻ്റെ ഇവിടെ കണക്ഷൻ കൊടുക്കണം. അതായത് രണ്ടാമത്തേതെന്ന് പറയുന്നത് ഈ രണ്ടാമത് കിടക്കുന്നതാണ് കണക്ഷൻ. അതിൽ കൊടുത്തതിന് ശേഷം താഴെ കൊടുക്കണം. എന്നിട്ട് വീതിയും നീളമൊക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ അപ്പോഴത്തേക്കും നമുക്ക് നീളത്തിലാണ് ബോർഡ് പോകണമെങ്കിൽ നമ്മളിപ്പോൾ എങ്ങനെയാണോ ഈ പാനൽ ഇരിക്കുന്നത് ആ പാനൽ ഇരിക്കുന്ന പോലെ തന്നെ ഇപ്പുറത്തും ഇങ്ങനെ കൊടുക്കണം. ഇപ്പുറത്തും ഇങ്ങനെ കൊടുക്കുകയും അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്നറിയാമോ, നമ്മളൊരു കേബിൾ എടുക്കുക. നേരത്തെ നമ്മൾ കേബിൾ പറഞ്ഞില്ലേ, ആ കേബിൾ എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേബിൾ. അപ്പോൾ ഒരു രണ്ടാമത്തെ പാനലിലോട്ട് ഇതിൻ്റെ വേരിയേഷൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്തതിന് ശേഷം ഈ കേബിളിന് മറ്റൊരു പാനലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഈ കോഡ് വെച്ച് ഇപ്പുറത്ത് കണക്ട് ചെയ്യണം. ഇതിപ്പോൾ കണ്ട അടുത്തതിലോട്ട് വന്നിട്ടുണ്ട്. ഇത് മെയിനായിട്ട് ഫുള്ളായിട്ട് കത്താത്തതല്ല, ഇതിപ്പം ആ കോഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് വെട്ടം കുറവായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ മറ്റേതിൽ നോക്കുമ്പോഴത്തേക്ക് നല്ല വെട്ടമുണ്ട്, ഇതിൽ നോക്കുമ്പോഴത്തേക്ക് വെട്ടം കുറവാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ന് ചെയ്യുക വെച്ചാൽ നമ്മൾ നേരത്തെ ആദ്യം കൊടുത്ത ഈ കുറേ ലൈനുകളില്ലേ, ഞാൻ പറഞ്ഞ് പവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞു, ആ പവറും കൂടെ എടുത്തിട്ട് ഇവിടെ കൊടുക്കണം. ഇപ്പോഴത്തേക്ക് വേണ്ട നല്ല വെട്ടമായിട്ടുണ്ട്. ഇപ്പോൾ രണ്ടിലും ഒരുപോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട ഇങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ഇളക്കിയിട്ട് ഇത് ഫിക്സ് ചെയ്യാനുള്ള വഴി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ തൽക്കാലം ഒന്ന് ഓഫ് ചെയ്യണേ. ഇപ്പോൾ നമ്മൾ വലിയ ബോർഡായിട്ട് ഇത് നീട്ടിക്കൊണ്ട് പോവുകയാണെന്ന് വിചാരിച്ചോ, ഇതിൻ്റെ ഇവിടെ നമ്മൾ സിലിക്കൺ കണ്ണറിയാമോ? സിലിക്കൺ കണ്ണ് കാണിച്ചു തരാം. ഇതാണ് സിലിക്കൺ കണ്ണ്. ഇതൊക്കെ നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ആൾക്കാരും അതുപോലെ തന്നെ ACP പണിക്കാരൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് സിലിക്കൺ കണ്ണെന്നാണ് ഇതിനെ പറയുന്നത്. അതുപോലെ തന്നെ ഇതാണ് സിലിക്കൺ. ഇത് ബ്ലാക്ക് തന്നെ വാങ്ങിക്കണം. നമ്മൾ ബോർഡിൻ്റെ കളറെല്ലാം ബ്ലാക്ക് അല്ലേ. ഇപ്പം പാനലുകളിൽ വേറെ കളറായിരുന്നാലും റെഡുണ്ട്, ഗ്രീനുണ്ട്, അതുപോലെ തന്നെ മഞ്ഞ കളറുണ്ട് പാനലിനകത്തുള്ള. പക്ഷേ പാനലിൻ്റെ കളർ ഇതായിരിക്കും, കത്തുമ്പോഴത്തേക്ക് മാത്രമേ കളർ വ്യത്യാസം വരും. അപ്പം നമുക്കത് അറിയാതിരിക്കണമെങ്കിൽ ഈ കറുപ്പ് തന്നെ വാങ്ങിക്കണം. എന്താ ഇവിടെ ഇപ്പം ബ്ലാക്ക് എന്ന് അവർ അടിച്ചിട്ടുണ്ട്, ഇതിനകത്ത് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ബ്ലാക്ക് സിലിക്കൺ തന്നെ വാങ്ങിക്കണം. പറ്റുന്നതും GPയുടെ സിലിക്കണോ അല്ലെങ്കിൽ ഫെവിക്കോളിൻ്റെ സിലിക്കണോ തന്നെ വാങ്ങിക്കാൻ നോക്കണം. അത് പെട്ടെന്ന് ഉണങ്ങും. പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങിയിട്ടൊന്നും വലിയ കാര്യമില്ല. പറ്റുന്നതും ഇത് സിലിക്കൺ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ബാക്കി കാര്യം പറഞ്ഞുതരാം. ഇതിൽ സിലിക്കൺ അല്ലേ, ഈ സ്ഥലത്ത് ഇതിനകത്ത് വെട്ടുണ്ട്, വെട്ടില്ലാത്ത പാനലുണ്ട്. ഇപ്പം എല്ലാത്തിലും ഇങ്ങനെ വെട്ടുണ്ട്. ഇതിനകത്ത് ആ സിലിക്കൺ കണ്ണ് വെച്ച് സിലിക്കൺ കട്ട് ചെയ്ത് ഇതിനകത്ത് നിറയ്ക്കണം, ഫില്ല് ചെയ്യണം. അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇത്തിരി പാടാണ്, നമ്മൾ പ്രസ് ചെയ്ത് ഇത് നിറയ്ക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലോട്ടാണ് വേരിയേഷൻ തുടങ്ങുന്നതെങ്കിൽ അവിടെ അടിക്കണം, ഇവിടെ അടിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ അടിച്ചേക്കുന്നതിൻ്റെ അടുത്ത് വരുന്ന പാനൽ ഇതാണ്. ഈ പാനലിൻ്റെ ഇവിടെയും ഇതുപോലെ ഇങ്ങനെ സിലിക്കൺ നിറയ്ക്കണം. അതിനുശേഷം ഇതുമായിട്ട് ഒട്ടിക്കണം. നമ്മൾ ഈ കണക്ഷനൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ സിലിക്കൺ വെച്ചതിന് ശേഷം നമ്മൾ അളവനുസരിച്ച് ആദ്യമേ നല്ല നിരന്ന തറയിലോ അല്ലെങ്കിൽ ടൈലിട്ടേക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഷീറ്റോ എന്തെങ്കിലും നിരന്ന തറയിൽ വെച്ചിട്ട് ഒരുമിച്ച് ചേർത്ത് ഒട്ടിച്ചിടണം. പിന്നെ അതുപോലെ തന്നെ അടുത്തൂടെ വേറെയാണ് വരുന്നതെങ്കിൽ ഒരു പാനലെടുത്തിട്ട് ഇവിടെ കാണുന്നുണ്ട്, ഇവിടെ ചാലുണ്ട് ഇതുപോലെ, അതിനകത്ത് സിലിക്കൺ അടിച്ചു കൊടുക്കണം. സിലിക്കൺ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ മറ്റേ പാനൽ വേറൊരു പാനൽ എടുക്കണതിൻ്റെ അതുപോലെ തന്നെ ഇപ്പുറത്ത് ഒരു ചാല് കാണാം, അതിനകത്തും സിലിക്കൺ അടിച്ചിട്ട് ഇത് രണ്ടും കൂടെ ചേർത്തങ്ങ് വയ്ക്കണം. അതായത് ഇങ്ങനെ ചേർത്തങ്ങ് വയ്ക്കണം. ഇവിടെ അതുപോലെ വയ്ക്കണം. നീളത്തിനാണ് വരുന്നതെങ്കിൽ ഇങ്ങനെ വയ്ക്കണം. അപ്പോൾ അതിനുശേഷം വെച്ചേക്കണം. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പാനലെല്ലാം പറക്കി സെറ്റ് ചെയ്തതിനു ശേഷം സിലിക്കൺ അടിച്ച് സെറ്റ് ചെയ്തിടും. ഒരു ദിവസം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് എല്ലാം ഒട്ടിച്ചിടും.
ഒട്ടിച്ചിട്ടതിന് ശേഷം പിറ്റേന്ന് മാത്രമേ നമ്മൾ ഈ ബോർഡിനകത്ത് തൊടാറുള്ളൂ, മറ്റു പണികൾക്കായിട്ട് ഇതിനകത്ത് തൊടാറുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം സിലിക്കൺ, നിങ്ങൾ അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇത് പൊളിഞ്ഞൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു ദിവസം ഫുള്ളായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് പറ്റുന്നതും വൈകിട്ടൊക്കെ അടിച്ചിട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് റെഡിയാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ വരുന്ന വെട്ടില്ലേ, ഇങ്ങനെ വെട്ടി കിടക്കുന്നുണ്ട്, അവിടെ ഇങ്ങനെ സിലിക്കൺ അടിച്ചു കൊടുക്കുക. എല്ലാം കഴിഞ്ഞതിന് ശേഷം സിലിക്കൺ ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇങ്ങനെ കൈ കൊണ്ടൊന്ന് തേച്ച് അതൊന്ന് കറക്റ്റ് ചെയ്ത് വിടുക. ഈ വെട്ടൊന്ന് മായാൻ വേണ്ടി മാത്രമാണ് ഇത് നമ്മൾ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു കാരണവശാലും ഇതിനകത്ത് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ പുറത്തോട് വെള്ളം വീണ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇത് വാട്ടർ പ്രൂഫാണ്. പക്ഷേ ഇതിനകത്തൂടെ വെള്ളം പോയി കഴിഞ്ഞാൽ ഈ ബോർഡിനകത്ത് വന്നു കഴിഞ്ഞാൽ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷമേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ കണക്ഷനും കാര്യങ്ങളൊക്കെ എല്ലാം കൊടുക്കാവും. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ 2 ഹബ്ബ് കാർഡാണ് ഉള്ളത്. ഒരു 4 ഹബ്ബ് കാർഡ് ഞാൻ കാണിച്ചു തരാം. ഇതൊരു പഴയ മോഡൽ കാർഡാണ്. ഇത് വൈഫൈ എന്നുള്ള ടൈപ്പല്ല, പണ്ടത്തെ കാർഡാണ്. അതായത് നമ്മൾ പെൻഡ്രൈവ് വെച്ചൊക്കെയാണ് ഇത് കണക്ഷൻ ചെയ്തിരുന്നത്. ചില പണ്ടത്തെ ബോർഡിലൊക്കെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഇങ്ങനെ വെളിയിലൊരു കേബിൾ വലിച്ചിട്ടേക്കും അവന്മാർ. ഒരു ഡാറ്റ കേബിളില്ലേ, നമ്മൾ പെൻഡ്രൈവ് കുത്തുന്ന പോലെ ഒരു കേബിൾ വലിച്ച പ്രോഗ്രാം കേബിൾ എന്നാണ് പറയുന്നത്, അത് ഇട്ടേക്കും. അപ്പോൾ ഇത് കൂടെ കണക്ട് ചെയ്തിട്ട് അതിനടുത്ത് വെളിയിട്ടിരിക്കും. അപ്പോൾ അതിൽ കൂടെ നമ്മൾ പ്രോഗ്രാം ലാപ്ടോപ്പിലൊക്കെ ചെയ്തതിന് ശേഷം കൊണ്ടുപോയി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമ്മൾ ഏതെങ്കിലും ഷോപ്പിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവരെ മൊബൈലിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ പ്രകാരം നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. അതിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. മിക്കുള്ള ജ്വല്ലറികളിലും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസിനും മിക്കുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിനകത്ത് അവരെ ഫോണിൽ തന്നെ സെറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മെയിനായിട്ട് പറയാൻ വന്നത് നമ്മളിപ്പോൾ 4 ഹബ്ബ് കാർഡ് ഇപ്പം നമ്മൾ 1, 2 ഇപ്പോൾ ഇവിടെ ഒരു പാനൽ വെച്ചു, അടുത്ത ഒരു പാനൽ താഴോട്ട് വരും, തൊട്ട് താഴെ അടുത്ത പാനൽ വരും. അപ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന കേബിളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നീളമുള്ള കേബിളാണ്. ഇതൊരു കൂടിപ്പോൾ ഒരു 15 അല്ലെങ്കിൽ 1 അടിയൊക്കെ വരുള്ളൂ. ആ ഒരു കേബിൾ നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ട് കാർഡ് നമുക്ക് ഒരു സ്ഥലത്തല്ലേ വെക്കാൻ പറ്റുള്ളൂ. ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ കെട്ടി വയ്ക്കണം, ടാഗ് ഉപയോഗിച്ച് കെട്ടി വയ്ക്കണേ, വേറെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. ടാഗ് അറിയാമല്ലോ നിങ്ങൾ, ടാഗിന് നിങ്ങളവിടെ നാട്ടിൽ എന്താണ് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഈ ഇലക്ട്രീഷ്യന്മാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു കെട്ടുന്ന ബാർ ടൈ എന്നൊക്കെ പറയും. അത് ടാഗ് നമ്മൾ വലിച്ച് കെട്ടിക്കണം, പ്ലാസ്റ്റിക്കാണത്. ടാഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് 200-ൻ്റെത് 100-ൻ്റെത് അങ്ങനെയൊക്കെ ഉണ്ട്. പറ്റുന്ന നമ്മൾ 150-ൻ്റെ 200-ൻ്റെനൊക്കെ വാങ്ങിക്കുക, ഒരു പാക്കറ്റ് വാങ്ങിക്കണത്. അപ്പോൾ ഈ കേബിൾ എന്ന് പറയുന്നത് ചെറുതായതുകൊണ്ട് നമുക്ക് ഈ കാർഡ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കണക്ട് ചെയ്ത് ഒന്നാമത്തെ ഇതിൽ കണക്ട് ചെയ്യും. അതുപോലെ തന്നെ 2, 3 അത് 1 എന്നുള്ള സ്ഥലത്ത് 1 തന്നെ കൊടുക്കണം. ആദ്യത്തെ ഇതിൽ 1 കൊടുക്കണം, രണ്ടാമത്തെ കണക്ഷൻ ഇപ്പുറത്ത് കൊടുക്കണം. താഴെ 4ാമത്തെ സെക്ഷനിൽ വരുമ്പോഴത്തേക്ക് 3ാമത്തെ സെക്ഷനിൽ വരുമ്പോൾ 3ാമത്തെ കൊടുക്കണം, 4ാമത്തെ സെക്ഷനിൽ വരുമ്പോൾ 4 കൊടുക്കണം. എങ്കിലേ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം കറക്റ്റ് കിട്ടും. ഇതിപ്പോൾ തിരിഞ്ഞ് ഈ കേബിളുകൾ തമ്മിൽ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒറ്റ മാറ്റർ പാനലിൻ്റെ ഇടയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ മാറ്റർ സെറ്റ് ചെയ്യുന്നതിൽ ഇടയ്ക്കുള്ള ഈ 3ാമത്തെ സെക്ഷൻ വരെയുള്ളത് തിരിഞ്ഞ് മേളിൽ വരും. അങ്ങനെയുള്ള പ്രശ്നമുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നോക്കി ചെയ്യുക. 1, 2, 3 ഇവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്, 1, 2, 3, 4 അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കേബിൾ അത് നീളം കുറവായിട്ടുള്ള കേബിളാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം 4 ഹബ്ബൊക്കെ നമ്മൾ വയ്ക്കുന്നത് വളരെ സാധാരണ അങ്ങനെ പെട്ടെന്ന് ആരും വയ്ക്കില്ല. 2 ഹബ്ബ് വരെയൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ. 4-1, 3-1 പറയുമ്പോഴത്തേക്ക് ഈ ഹബ്ബെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. ഇത് ഇപ്പം ഞാനിപ്പോൾ ഒരെണ്ണം കൂടെ എടുത്ത് വെച്ച്, ഇത് ഒരു ഹബ്ബാണ്. ഈ ഒരു പാനലിനെയാണ് ഒരു ഹബ്ബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ 2 പാനലെടുത്ത് ഇങ്ങനെ മേളിൽ വയ്ക്കുമ്പോഴത്തേക്ക് അത് 2 ഹബ്ബായി. പിന്നെ അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ വയ്ക്കുമ്പോഴത്തേക്ക് 3 ഹബ്ബായി. അങ്ങനെയാണ് ഹബ്ബ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് കാർഡിൻ്റെ ഈ ഇത് കാണിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു സ്ഥലത്ത് കാർഡ് വെച്ചിട്ട് നമ്മൾ ഏറ്റവും താഴത്തെ പാനലിൽ എത്തണമെങ്കിൽ ആ കേബിളിന് ഇത്രയും നീളമെങ്കിലും വേണം. ഇത് നമുക്ക് വാങ്ങാൻ കിട്ടില്ല, കാരണം ഈ കടയിൽ നമുക്ക് വാങ്ങാൻ കിട്ടില്ല, ഈ പാനലൊക്കെ എടുക്കുന്ന സ്ഥലത്ത് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കേബിൾ എന്ന് പറയുന്നത് ഈ കേബിൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ കേബിൾ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ അവിടെ ചെന്ന് പറയുമ്പോഴത്തേക്ക് മിക്കുള്ള വലിയ കടകളിലൊക്കെ ഉണ്ട്, ഇലക്ട്രോണിക്സ് കടയിൽ ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഈ കോഡിൻ്റെ കേബിൾ നമുക്ക് തരും. കേബിൾ മീറ്ററിന് ഇത്ര രൂപ എന്നാണ്, 60 രൂപ 50 രൂപ എങ്ങനെയാണ് അത് കട്ട് ചെയ്ത് തരും. അതിനുശേഷം ഈ ക്ലിപ്പ് പറ്റുന്നത് നമ്മൾ അവിടെ നിന്ന് തന്നെ 2 സാധാ ഈ ചെറുത് 2 കൂടെ വാങ്ങുക, എന്നിട്ട് അതിൻ്റെ ക്ലിപ്പ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും.
അല്ലെങ്കിൽ ക്ലിപ്പ് ഉള്ളവരാണ്, അല്ലെങ്കിൽ ഈ ക്ലിപ്പ് ഇതേപോലെ 2 വാങ്ങിച്ചാൽ മതി. എന്നിട്ട് ഈ വലിയ കേബിൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം ഇത്ര നീളം വേണം എന്ന് പറഞ്ഞിട്ട് അവരെടുത്ത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കട്ട് ചെയ്തേക്കാനുണ്ട്. അവർ കട്ട് ചെയ്തിട്ട് അവർ ഇതിനകത്ത് ക്ലിപ്പ് ചെയ്ത് നമുക്ക് തരും. അത് വേറെ കടയിൽ നിന്നാണ് ചെയ്യാറുള്ളത്, മിക്കുള്ള സ്ഥലങ്ങളും കാണാൻ സാധ്യതയില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. അത് നമുക്കൊരു 3 ഹബ്ബ് മുതൽ 4 ഹബ്ബ് വരേക്കും മതി. 3 ഹബ്ബിലും മിക്കവാറും കേബിൾ എത്തും. അതായത് ഈ കാർഡ് എന്ന് പറയുന്നത് 2ാമത്തെ പാനലിൽ ഇങ്ങനെ വെച്ച് കെട്ടിയാൽ മതി. അപ്പോഴത്തേക്ക് അതിലും കേബിൾ കൊടുക്കാം, 3ാമത്തേതിലും കേബിൾ കൊടുക്കാം. 4 ഹബ്ബ് വരുമ്പോഴത്തേക്ക് ആ പ്രശ്നം വരുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ഇതിൽ കൂടെ തന്നെ ചേർത്തേക്കാം. അതിപ്പോൾ നമ്മൾ ഞാനിപ്പോൾ മൊബൈൽ യൂസ് ചെയ്താണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് പാസ്വേഡ്, അതായത് ആപ്ലിക്കേഷനൊക്കെ വെച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോഴത്തേക്ക് അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാനൽ നമ്മളിപ്പോൾ ഇതെല്ലാം ഒട്ടിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇത് ഫുള്ളായിട്ടുള്ള ബോർഡിൻ്റെ അളവെടുക്കുകയാണ്. ഫുള്ളായിട്ട്, അതായത് ടാപ്പ് വെച്ചിട്ട് അളന്ന് ഫുള്ളായിട്ടുള്ള അളവെടുക്കുക. ഇതിപ്പോൾ 1 അടി എന്ന് പറയുന്നുണ്ടെങ്കിൽ 1 അടി കൂടുതലുണ്ട്. പാനൽ 2 ഇഞ്ചോ കൊണ്ട് കൂടുതലാണ്. 1 അടി എന്ന് പറഞ്ഞാൽ 12 ഇഞ്ചാണ്. അപ്പോൾ കൂടുതലുണ്ട്. പറയുന്നത് 1 അടി എന്നാണെങ്കിലും നമുക്ക് ഇത് 2 ഇഞ്ച് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചതിന് ശേഷം മാത്രം ഇതിൻ്റെ ഫ്രെയിം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ മിക്കുള്ള കടകളിലും ഈ പാനൽ എടുക്കുന്ന അവിടെ തന്നെ ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ അതത്ര ശാശ്വതമായിട്ടുള്ളതൊന്നുമല്ല. അത് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഫ്രെയിമാണ് കിട്ടുന്നത്. വെള്ളം പോകാനൊക്കെ ചാൻസ്, അതിനകത്ത് ഉള്ളിൽ വെള്ളം പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒട്ടിച്ചതിന് ശേഷം സാധാ നമ്മൾ 3/4 ഇഞ്ച് പൈപ്പോ അല്ലെങ്കിൽ 1 ഇഞ്ച് സ്ക്വയർ ട്യൂബ്, ഇതാണ് 3/4 ഇഞ്ച് സ്ക്വയർ ട്യൂബ് എന്ന് പറയുന്നത്, ഇരുമ്പാണ്. അതുപോലെ തന്നെ 1 ഇഞ്ചുണ്ട്. അത് വാങ്ങിച്ചതിന് ശേഷം ഇതിൻ്റെ വീതിയും നീളവും എടുത്തതിന് ശേഷം ഫ്രെയിമായിട്ട് അടിക്കുക. വെൽഡിങ് അറിയാവുന്നതാണെങ്കിൽ വെൽഡിങ് അറിഞ്ഞ് അങ്ങനെ അടിച്ചെടുക്കുക. അല്ലെങ്കിൽ വെൽഡിങ് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ഇത്ര നീളവും വീതിയും ഫുള്ളായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ഫ്രെയിം അടിച്ചിട്ട് ഇപ്പോൾ ഒരു സ്ക്വയർ ആണെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും നമ്മളിതാ കണക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് ചെയ്താലും മതി. കണക്ഷൻ കൊടുത്തതിന് മുമ്പ് നമ്മൾ പിന്നെ ഇതിൻ്റെ ആ ഫ്രെയിം വരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇടയ്ക്ക് വരുന്ന സപ്പോർട്ടുകൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കണം ആ ഫ്രെയിമിൽ. പിന്നെ വരുമ്പോഴത്തേക്ക് നോക്കിക്കോളണം, സിംഗിൾ സൈഡാക്കാണ് ഒരു സൈഡിലുള്ള ഫ്രെയിം ഇതാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൽ തട്ടില്ല. മറ്റേത് പിന്നീട് നമ്മൾ അടിച്ചതിന് ശേഷമൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇതാണ്ട് ഇവിടെ നമുക്ക് കണക്ഷൻ കൊടുക്കാനൊന്നും പറ്റില്ല. ആ പ്രശ്നമൊക്കെ വരും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ആ ഫ്രെയിമിൽ ഇങ്ങനെ സ്റ്റേകളൊക്കെ വെക്കാനുള്ളത്. സ്റ്റേയും കൂടെ വെച്ചാലേ നമുക്ക് ഇതിനകത്ത് വിട്ടവർക്ക് എന്തെങ്കിലുമായിട്ടൊക്കെ പിടിച്ച് കെട്ടാൻ പറ്റും. ടാഗൊക്കെ ഇട്ട് എന്തെങ്കിലുമായിട്ട് പിടിച്ച് കെട്ടണമെങ്കിൽ ഇങ്ങനെ വേണം. ഇപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു സൈഡ് വയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു വലിയ പൈപ്പാണ്, ഇതിനേക്കാൾ വീതിയൊക്കെ കൂടിയ പൈപ്പാണെങ്കിൽ ഇത്ര വീതിയൊക്കെ ഉള്ള പൈപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മളിവിടെ കൊടുത്തതിന് ശേഷം ഇപ്പുറത്ത് ഒരെണ്ണം കൂടെ ഡബിൾ സൈഡായിട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു മിനിറ്റ്, ഡബിൾ സൈഡായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാനൽ അപ്പുറത്തിരിക്കുകയാണ്, ആ ഫ്രെയിമിൻ്റെ അപ്പുറത്തും ഈ ഒരു പാനൽ ഫ്രെയിമിൻ്റെ ഇപ്പുറത്ത് വരും. അപ്പോൾ ഇങ്ങനെ അത് അവിടെ ആദ്യം ഒട്ടിച്ചതിന് ശേഷം ഇവിടെ പറക്കി ഇങ്ങനെ അടച്ച് ചങ്ങ് വെച്ചാൽ മതി. അപ്പോൾ അതിനാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇതിപ്പോൾ ഒരു ഫ്രെയിമാണെന്ന് വിചാരിച്ചു. ഈ ഫ്രെയിമിനകത്ത് നമ്മൾ ഫ്രെയിമിൻ്റെ ഇവിടെ സിലിക്കൺ തേക്കണം. എവിടെയാണ് ആ സിലിക്കൺ ഇങ്ങനെ തേച്ചതിന് ശേഷം അത് ഇതുമായിട്ട് ടച്ച് ചെയ്യണം. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒട്ടും. ഇപ്പോൾ ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന ഫ്രെയിമിലും സിലിക്കൺ അതുപോലെ എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതെടുത്ത് ഒട്ടിച്ച് ഇങ്ങനെ അങ്ങ് വയ്ക്കണം. വെച്ചതിന് ശേഷം പിന്നെ പിറ്റെന്നല്ല, അത് ഉണങ്ങിയതിന് ശേഷം മാത്രം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇളവി വരും. ഒരു അരമണിക്കൂർ, അത് ഫ്രെയിമായിട്ട് കൊട്ടാനുള്ള സമയം അരമണിക്കൂറൊക്കെ മതി. നമ്മൾ പാനൽ ഒട്ടിക്കുമ്പോഴത്തേക്കാണ് പറ്റുന്നതും തലേദിവസമാക്കാൻ നോക്കുക. അതിനുശേഷം മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഇത് പവർ സപ്ലൈ. ഈ പവർ സപ്ലൈ എന്ന് പറയുന്നത് 200 വാട്ട്സ് 5 വാൾട്ടാണ്. അതിൽ എഴുതിയിട്ടുണ്ട്, അതിനകത്ത് 5 വാൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ കണക്ഷൻ കൊടുക്കുന്നത്, ഇത് മെയിനായിട്ടുള്ള കണക്ഷനാണ്. അതായത് കാണിച്ചു തരാം, ഇത് മെയിനായിട്ടുള്ള കണക്ഷനാണ്. ഇപ്പോൾ കറണ്ടിൽ നമ്മൾ കൊടുത്തേക്കുന്നത് ആ കണക്ഷന് നമുക്ക് എത്ര വേണമെങ്കിലും നീളം നമുക്ക് കൂട്ടിക്കൊണ്ടു പോകാം. അതായത് അത് AC പവറാണ്. പക്ഷേ അതുപോലെ നമുക്ക് ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന DC പവർ ഉണ്ട്. ഈ DC പവർ ഒരു കാരണവശാലും നീളം കൂടുതലിടാൻ പറ്റില്ല. കാരണം ഈ നീളം, ഈ വയറിൻ്റെയൊക്കെ നീളം, അതായത് വെളിയിൽ വരുന്ന നമുക്ക് ഈ പവർ സപ്ലൈ ബോർഡിൻ്റെ വെളിയിലേ വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വയർ വെളിയിലെടുക്കാനുള്ള ഒരു ഹോളൊക്കെ ആ പൈപ്പിനകത്തോട് ചെയ്യണം. ഫ്രെയിം ചെയ്യുമ്പോഴത്തേക്ക് ആ പൈപ്പിനകത്തൂടെ വയർ വെളിയിലെടുക്കാനുള്ള രീതിയൊക്കെ നോക്കിക്കൊള്ളണം. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം 4 കണക്ഷനാണ് കൊടുത്തേക്കുന്നത്. 4 എണ്ണം ഇങ്ങനെ DC പവറുകൾ വെളി വന്നിട്ടുണ്ട്. പറ്റുന്നതും നമ്മൾ ഈ ഒരു കണക്ഷന് ഒരു
ഒരു കണക്ഷൻ ഇടുക. അതായത് വയർ വെളിയിൽ വരുന്നത് ഇവിടെ കൊടുത്തു. ഇതിപ്പോൾ നേരിട്ട് നമുക്ക് പവർ സപ്ലൈ നമ്മൾ വെളിയിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മളിവിടെ DC കൊടുത്തേക്കുന്നത് ഇവിടെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ഇതിൽ ജോയിൻ ചെയ്ത് ഈ വയറിനെ അങ്ങ് പുറത്തിടുക, പ്ലസും മൈനസും പുറത്തിടുക. 4 എണ്ണത്തിന് ഒരു കണക്ഷൻ. അതായത് ഇപ്പോൾ ഒറ്റ കേബിൾ കൊടുത്തേക്കുന്നത് 4 എണ്ണം ഇല്ലേ, അപ്പോൾ 4 എണ്ണത്തിന് വയർ കണക്ട് ചെയ്ത് പ്ലസും മൈനസും എടുത്ത് പുറത്തിടുക. പിന്നെ അതുപോലെ തന്നെ അടുത്ത 4 പാനലിനുള്ളത് ഇതേപോലെ 4 എണ്ണം കാണും. അപ്പോൾ അതിൻ്റെയും പ്ലസും മൈനസും കട്ട് ചെയ്തിട്ട് വയർ ജോയിൻ ചെയ്ത് പുറത്തിടുക. അതായത് ബോർഡിന് പുറത്ത് വരണം. നമ്മളെ ബോർഡിനകത്തുമായിട്ടൊരു ബന്ധമില്ല, കാർഡകത്ത് തന്നെയാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ നീളം എന്ന് പറയുന്നത് ഒരുപാട് നീളം പോകാൻ പാടില്ല. പറ്റുന്നത് ഒരു 5 അടി നീളം വരെയൊക്കെ പോകാൻ പാടുള്ളൂ. അതിനുശേഷം അതിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ബോർഡിൻ്റെ പവർ കുറയും. അതുപോലെ ബോർഡ് ചിലപ്പം കത്തൂല ഇത്രയും നീളം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ DC, അതായത് പവർ സപ്ലൈ ബോർഡിനടുത്ത് എവിടെയെങ്കിലുമൊക്കെ വയ്ക്കുക. ഇത് വെള്ളം നനഞ്ഞെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ വാട്ടർ പ്രൂഫാണ്, റെയിൻ പ്രൂഫ് എന്ന LED പവർ സപ്ലൈ എന്ന് എഴുതിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ വയ്ക്കണം. ഇത് തലകുത്തി വെച്ചിട്ട് ഇനി വാട്ടർ പ്രൂഫാണെന്ന് ചോദിക്കരുത്, കാരണം ഇതിനകത്ത് വെള്ളമാണ്. ഇതിങ്ങനെ വെച്ചിരുന്നാലേ വാട്ടർ പ്രൂഫായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ബോർഡിൻ്റെ എവിടെയെങ്കിലുമൊക്കെ തന്നെ ഫിക്സ് ചെയ്ത് വയ്ക്കാൻ നോക്കുക. ഓക്കെ, ഇപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് കണക്ഷൻ ചെയ്യുന്നു, അത് നമുക്ക് വൈഫൈ കൊടുത്ത് ഇങ്ങനെ മാറ്റർ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, പിന്നെ എന്തെങ്കിലുമൊക്കെ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വലിയ വർക്കുകളൊക്കെ ആണെങ്കിൽ നമുക്കൊക്കെ പിടിച്ച് തരിക. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ പ്രോഗ്രാമിലേക്ക് കിടക്കാം. അതിനായിട്ട് പ്ലേ സ്റ്റോറിനകത്ത് ഇതായി കാണുന്ന LED ആർട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഓപ്പൺ ചെയ്യുക. ഒരു 80 MB ആണ് അതിൻ്റെ സൈസ്, 80 MBക്ക് മേളിലുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യുക. നെറ്റൊക്കെ ഓഫാക്കി ഇടണേ. ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഓഫ് ചെയ്തിട്ടതിന് ശേഷം ഇതിങ്ങനെ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ വ്യൂ ഹെൽപ്പ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എൻ്റർ ആപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോർഡ് ഓൺ ആയിരിക്കണം, കാർഡും എല്ലാം വർക്കിംഗ് ആവുമെങ്കിൽ മാത്രമേ വൈഫൈ എല്ലാം കണക്റ്റ് ആവൂ. അപ്പോൾ നമ്മളിവിടെ വൈഫൈ എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ വൈഫൈയുടെ ഒരു പേര് വരും. ഇപ്പോൾ W2 എന്നുള്ളതാണ് നമുക്ക് മിക്കുള്ള കാർഡിലും, എല്ലാ കാർഡിലിൻ്റെ വൈഫൈയും ഇതിങ്ങനെയാണ് തുടങ്ങുന്നത്. അവസാനത്തെ ഓരോ ലെറ്ററിലൊക്കെ മാറ്റം വരും. W2 എന്നുള്ള സംഭവം വരുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഓൾറെഡി നേരത്തെ കണക്ട് ചെയ്തൊരു കാർഡാണ്. അപ്പം കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് ആ വൈഫൈയുടെ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, പേരിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആയത്. ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമായിട്ടൊരു ഏത് കാർഡ് വാങ്ങിച്ചു കഴിഞ്ഞാലും, ഒരു കാർഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാസ്വേഡ് എന്ന് പറയുന്നത് 8 പ്രാവശ്യം 8 അടിക്കണം. 8 അടിച്ചതിന് ശേഷം അത് കണക്റ്റ് എന്നുള്ള കൊടുക്കുമ്പോഴത്തേക്ക് കണക്റ്റ് ആവും. അതിനുശേഷം പിന്നീടൊക്കെയാണ് ബാക്കി ചേഞ്ച് കാര്യങ്ങളൊക്കെ, പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇപ്പോൾ നമ്മളിപ്പം പുറത്തിപ്പോൾ ഒരു ബോർഡ് ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ഉള്ളൊരു വൈഫൈ കാർഡുള്ള ബോർഡാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അങ്ങനെ അതിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ 8 അടിക്കണം. അതായത് നമ്മളിപ്പോൾ ആദ്യം കൊടുക്കുന്ന പാസ്വേഡ് തന്നെ 8 പ്രാവശ്യം 8 അടിക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ അത് കണക്റ്റ് ആവും. കണക്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് നമുക്ക് ഒന്നേന്ന് യൂസ് ചെയ്യാം. പിന്നെ ഇത് മറ്റുള്ളവരുടെ കടകളിലൊക്കെ പോയിട്ട് അവരുടെ പാസ്വേഡ് അതിനകത്തുനിന്ന് കയറി കണക്ട് ചെയ്ത് വേലത്തരം കാണിക്കാൻ വേണ്ടി നിൽക്കരുത്, പൊക്കും. അതിനകത്ത് കാർഡ് എടുത്ത് സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് അറിയാം ആരുടെ മൊബൈലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, എല്ലാം അറിയാൻ പറ്റും. അതുകൊണ്ട് വേലത്തരം കാണിക്കാനും നിൽക്കരുത്, അകത്താവും. അപ്പോൾ അതിന് നമ്മൾ ഇത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ന്യൂ ഡിസ്പ്ലേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ വൈഫൈയുടെ പേരിങ്ങനെ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ഈ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഞാനിപ്പോൾ നേരത്തെ കണക്ട് ചെയ്തിട്ടുള്ള സൈസും സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ടാണ്. ഒരു പാനലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 32ആണ്. അതായത് ഒരു പാനൽ നമ്മൾ കാണിച്ചില്ലേ, 1 അടി വീതിയും 1 അടി നീളവും 1/2 അടി വീതിയും. അപ്പോൾ നമ്മൾ ആ 1 അടി എന്നുള്ള സ്ഥലത്തോട്ട് പോകണ ആ ഒരു ഇതാണ് 32 എന്ന് കൊടുത്തേക്കുന്നത്. അതായത് വീതി എന്നുള്ളത് 16 എന്നാണ് ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇതിൽ കൊടുത്തേക്കുന്ന സൈസ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ഒരു പാനൽ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഈ വേരിയേഷൻ നമ്മളിപ്പോൾ നേരത്തെ കണ്ടിന്യൂഷൻ ഇങ്ങനെ വരില്ലേ, അപ്പോൾ ആ ഒരു ക്ലിപ്പ് എടുത്ത് അതിൽ കുത്തുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത ഒരു പാനലോട്ടായി. അപ്പോഴത്തേക്ക് വിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഒന്നും കൂടെ കൂടുകയാണ്. അപ്പോഴത്തേക്ക് ഈ 32 എന്നുള്ളത് 64 ആകും. 32 + 32 പിന്നെ ഒന്നും കൂടെ വരണമെങ്കിൽ അതിൻ്റെ കൂടെ 32 പിന്നെയും കൂട്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ എത്ര വേണമെങ്കിലും പോകാൻ പറ്റും. അതുപോലെ തന്നെ ഹൈറ്റ്, മുകളിലോട്ട് പാനലുകൾ കൂടി വരികയാണെങ്കിൽ ഹൈറ്റ് 16 എന്നുള്ളത് 32 ആവും. അങ്ങനെ മുകളിലോട്ട്
കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനുശേഷം ഈ യൂസ് ഹാർഡ്വെയർ സെറ്റിംഗ് എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് പിന്നീട് നമ്മൾ വേറെ ഏതെങ്കിലും ഫോണിൽ നിന്നാണ് കണക്ട് ചെയ്യുന്നതെങ്കിലും ഇത് സെയിം സൈസായിട്ട് തന്നെ കിടക്കും. നമുക്ക് മാറ്റർ മാത്രം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഡബിൾ സൈഡ് ബോർഡാണെങ്കിൽ, 2 സൈഡുള്ള ബോർഡാണെങ്കിൽ ഈ എനബിൾ ഡബിൾ സൈഡ് സ്ക്രീൻ എന്നുള്ളത് എനബിൾ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഡബിൾ സൈഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ എനബിൾ ചെയ്യുന്നില്ല. അതിനുശേഷം ഈ ഓക്കെ കൊടുക്കുക. ഓക്കെ എടുത്തതിന് ശേഷം നമുക്കിവിടെ എൻ്റർ ടൈപ്പ് ചെയ്യാനുള്ളത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തൽക്കാലം മല്ലു ടെക്കീസ് ഇങ്ങനെ കൊടുക്കുകയാണ്. മല്ലു ടെക്കീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാനലിനകത്തിന്, ആ കറക്റ്റ് പാനലിനകത്തുള്ള സൈസ് തന്നെ ഇതിനകത്ത് വരും. അതിനുശേഷം ഈ ആനിമേഷൻ എഫക്റ്റ് എന്നുള്ളത് താഴെ കാണാൻ സാധിക്കും. ശ്രദ്ധിച്ചായിരുന്നു, ആനിമേഷൻ എഫക്റ്റ് കാണാൻ സാധിക്കും. അതിൽ കണ്ടിന്യൂസ് മൂവ് ലെഫ്റ്റ് മിക്കുള്ള കടകളിലും ഷോപ്പുകളിലും എല്ലാത്തിലും മിക്കുള്ളവരും യൂസ് ചെയ്യുന്ന, സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സംഭവമാണ്. ഇപ്പോൾ സ്പീഡ് കൂടിപ്പോയെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ താഴെ അവിടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്. അതുപോലെ തന്നെ ബോൾഡ്, അതിന് ഏരിയ നമുക്ക് കുറച്ച് ഫോണ്ടൊക്കെ ഉള്ളൂ. ഫോണ്ടുകളൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല. അതിനുശേഷം നമ്മളവിടെ ചെയ്തതിന് ശേഷം ഈ ബോൾഡ് ആക്കണമെങ്കിൽ ബി എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ബോൾഡ് ആയിട്ടുണ്ട്, ലെറ്റർ ഒന്ന് ബോൾഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ സ്പീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലെറ്റർ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ, വേർഡ് ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സ്പീഡാണ് അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാനൊരു 14 കൊടുത്ത് 15 കൊടുത്ത് അങ്ങനെ കൂട്ടി ഇടാം. അപ്പം അതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം നമുക്കിവിടെ ബോർഡർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോർഡർ ഇങ്ങനെ വരും, ബോർഡർ വരും. ചെറിയ പാനലായതുകൊണ്ടാണ് ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വലിയ ഇതിലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയൊരു ബോർഡറായിട്ട് മാത്രമേ കാണുള്ളൂ. ഇപ്പോൾ മല്ലു ടെക്കീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ലെറ്ററിൻ്റെ സൈസ് കുറയ്ക്കണമെങ്കിൽ ഇപ്പോൾ മാക്സിമം ആണ് കിടക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറയ്ക്കാൻ പറ്റും. നമ്മൾ വലിയ പാനലായിരുന്നെങ്കിൽ, വലിയ ബോർഡായിരുന്നെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ അതിനകത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. വന്നതിന് ശേഷം നമ്മൾ സെൻഡ് എന്നുള്ളത് മേളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് മല്ലു ടെക്കീസ് എന്നുള്ളത് നമുക്ക് അവിടെ അതിനകത്ത് കാണാൻ സാധിക്കും. തൽക്കാലം നമുക്ക് ഈ ബോർഡർ അങ്ങ് ഒഴിവാക്കാം. ബോർഡർ ഞാൻ തൽക്കാലം ഒന്ന് ഒഴിവാക്കുകയാണ്. നോ ബോർഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെൻഡ് ചെയ്ത് കൊടുക്കുക. സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ മല്ലു ടെക്കീസ് എന്ന് എഴുതി കാണിക്കുന്നത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് ഇതിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് പിന്നെ ഈ നമ്മളിപ്പോൾ മാറ്റർ ഇപ്പം സെറ്റ് ചെയ്തില്ലേ, മല്ലു ടെക്കീസ് എന്നുള്ള മാറ്റർ സെറ്റ് ചെയ്തിട്ട് ഈ സെൻറ്റെന്ന് കൊടുക്കുമ്പോഴത്തേക്ക് പാസ്വേഡ് എന്ന് വെച്ചാൽ എററെന്ന് കാണിക്കും. അതായത് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുത്തേക്ക് നേരെ ഇവിടെ വന്നിട്ട്, നേരത്തെ നമ്മൾ വൈഫൈയുടെ ഇതിൽ പോയില്ലായിരുന്നു, ആ വൈഫൈയുടെ ഇതിൽ പോയിട്ട് ഇതിൽ ഒന്ന് നോക്കുമ്പോഴത്തേക്ക് കണക്ഷൻ ഇല്ലാതെ കാണിക്കും. കാരണം പാസ്വേഡ് മാറ്റാനുള്ള ഒരു ഓപ്ഷനാണ് അവിടെ വരുന്നത്. അപ്പോഴത്തേക്ക് പാസ്വേഡ് മാറ്റാനുള്ള ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, മറന്നു പോകാത്ത രീതിയിൽ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. കൺഫേം 2 പ്രാവശ്യം അടിക്കാനുള്ളത് കാണിക്കും. സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒന്നേന്ന് ആ പാസ്വേഡ് കൊടുത്ത് ഇത് കണക്ട് ചെയ്യുക. എന്നിട്ട് നേരെ ഈ ആപ്ലിക്കേഷനകത്ത് വന്നിട്ട് പിന്നെ ഇതിനകത്ത് കയറിയതിന് ശേഷം മാത്രം ഈ സെൻഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇപ്പോൾ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ വീഡിയോയ്ക്കകത്ത് എവിടെയെങ്കിലുമൊക്കെ ഞാൻ കൊടുത്തേക്കാം. നമുക്കിതാണ് മെയിനായിട്ട് ബിസിനസ്സായിട്ടുള്ളത്. LED ബോർഡിൻ്റെയും അതുപോലെ തന്നെ LED സ്ക്രോളിംഗ് ബോർഡിൻ്റെയും ബിസിനസ്സാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും വലിയ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തരിക. ഓക്കെ, താങ്ക് യു.